വളരെ ഫ്ലക്ച്വേഷൻ ഉള്ള മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം ബുള്ളുകൾ മാർക്കറ്റ് റൺ ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ ബിയറുകളായിരിക്കും ശക്തമായിട്ട് തിരിച്ചു വരുന്നത്. ഇതുപോലെ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നത് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഈ ഒരു അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. മാർക്കറ്റ് കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ തരാത്ത സമയങ്ങളിൽ വ്യക്തമായിട്ടുള്ള മുന്നേറ്റ സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നല്ല ടെക്നിക്കൽ മൊമെന്റവും ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽ അടിത്തറയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അവയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ചാർട്ടുകളും ഫിനാൻഷ്യൽസും ഒക്കെ പഠിച്ച് നിലവിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തി കാണിക്കുന്ന അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 സ്റ്റോക്കുകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവ മാർക്കറ്റിലെ മറ്റ് സ്റ്റോക്കുകളിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആഴ്ചയിൽ ഇവ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ വിശദമായിട്ട് പരിശോധിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഓരോന്നിന്റെയും ഫണ്ടമെന്റൽ സ്റ്റോറിയും മനസ്സിലാക്കി മുന്നോട്ട് പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമുക്കിനി മാർക്കറ്റിന്റെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കാം. വലിയ ചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിഫ്റ്റി 50യും സെൻസെക്സും കഴിഞ്ഞ ആഴ്ച പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത്. നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചിരുന്നു. 2025 ഡിസംബർ 12 ക്ലോസ് ചെയ്തപ്പോൾ 26,046 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ സെൻസെക്സ് 85,267 ക്ലോസ് ചെയ്തത്. ഇത് നമ്മളോട് പറയുന്നത് ദിവസേനയുള്ള കയറ്റിറക്കങ്ങൾക്കിടയിലും മാർക്കറ്റിന്റെ വലിയ ഘടന പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നതാണ്. പ്രധാന ഇൻഡെക്സുകൾ അവയുടെ സപ്പോർട്ട് ലെവലുകളെ കാര്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റൊട്ടേഷണൽ ബൈങ് തിരികെ വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി സെക്ടർ തലത്തിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ രസകരമാവുന്ന. ചില പ്രത്യേക സെക്ടറുകളിൽ മാത്രം നമ്മൾ ശക്തി കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മെറ്റൽ, ഓട്ടോ സ്റ്റോക്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ആഗോളതലത്തിൽ വിലകൾ ഉയർന്നതും നല്ല ഡിമാൻഡുമാണ് ഇതിന് കാരണമായത്. അതേസമയം മറ്റ് സെക്ടറുകളിൽ വലിയ ചലനമില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വെറുതെ എങ്ങനെ ഇൻഡെക്സ് ബൈ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പിക്കർ ആകേണ്ടതുണ്ട്. ഔട്ട് പെർഫോം ചെയ്യുന്ന നിർദ്ദിഷ്ട കമ്പനികളെ കണ്ടെത്തുക എന്നതാണ് വളരെ പ്രധാനം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക്. നമ്മുടെ റഡാറിലെ ആദ്യത്തെ സ്റ്റോക്ക് മെറ്റൽ സ്പേസിലെ ഒരു അതിഭീമനാണ് എന്ന് തന്നെ പറയാം. ഹിന്ദുസ്ഥാൻ സിങ്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മെറ്റൽ സെക്ടർ ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു തരംഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കമ്പനിയുടെ മികച്ച ഉദാഹരണമാണ് ഈ സ്റ്റോക്ക്. ഇതൊരു യഥാർത്ഥ മോണോപോളി അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരേ ഒരു സംയോജിത സിങ്ക്, ലെഡ്, സിൽവർ ഉൽപാദകരാണിവർ. ഇന്ത്യൻ സിങ്ക് വിപണിയിൽ ഏകദേശം 75% വിപണി വിഹിതമുള്ള ഒരു പ്രമുഖ ശക്തിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ്. നമുക്ക് ചാർട്ടുകളിൽ നോക്കുകയാണെങ്കിൽ ഡിസംബർ 12 സെറ്റപ്പ് നോക്കുമ്പോൾ സ്റ്റോക്ക് വളരെ വ്യക്തവും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു അപ്രന്റിലാണ്. ഡെയിലി, വീക്ക്ലി ചാർട്ടുകൾ വില തുടർച്ചയായിട്ട് ഹയർ ഹൈകളും ഹയർ ലോകളും ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട 50, 100, 200 മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ചും ബുള്ളുകൾക്ക് വലിയൊരു പോസിറ്റീവ് സിഗ്നലാണ് നൽകുന്നത്. അടുത്തിടെ സ്റ്റോക്ക് അതിന്റെ ഉയർന്ന നിലവാരത്തിനടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ബൈ ചെയ്യുന്നവർ സപ്ലൈയെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അടുത്ത മുന്നേറ്റത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSI പോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ ബുള്ളിഷ് സോണിലാണ്. അത് ഓവർബോട്ട് ആകാതെ തന്നെ ശക്തമായിട്ടുള്ള ആ ഒരു മൊമെന്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ മുന്നോട്ട് നയിക്കുന്നത്? ഫണ്ടമെന്റൽ ആയിട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ഒരു പവർ ഹൗസ് ആണ്. ഇത് ലോകത്തെ ഏറ്റവും വലിയ സിങ്ക് ലെഡ് ഉൽപാദകരിൽ ഒന്നാണ്. ഉയരുന്ന ആഗോള കമ്മോഡിറ്റി വിലയിൽ നിന്ന് നേരിട്ട് കമ്പനിക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട്. കൂടാതെ ശക്തമായിട്ടുള്ള വരുമാനത്തിന്റെയും ആകർഷമായ ഡിവിഡൻഡുകളുടെയും ഒരു ചരിത്രവും ഇവർക്കുണ്ട്. ഇത് നിക്ഷേപകർക്ക് നല്ലൊരു കുഷ്യം നൽകുന്നു. അപ്പൊ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തീർച്ചയായിട്ടും സ്റ്റോക്ക് സപ്പോർട്ട് സോണിന് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ 561 ലെവലിലാണ്. 575 അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ സമീപകാല സ്വിംഗ് ലോയ്ക്ക് താഴെ ഒരുപക്ഷെ 490 ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതുമാണ്. ഈ ഒരു മെറ്റൽ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലൊരു പ്ലാൻ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ജി വെർണോവ T&D ഇന്ത്യ. വാച്ച് ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് പവർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഒരു നിർണായക കമ്പനിയാണ് ജി വെർണോവ T&D ഇന്ത്യ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്കിനെ GE ഇന്ത്യ എന്ന പഴയ പേരിൽ അറിയാമായിരിക്കും. ആഗോളതലത്തിലെ മാതൃ കമ്പനിയുടെ എമർജൻസി ബിസിനസ് ബ്രാൻഡിങ്ങുമായിട്ട് യോജിപ്പിക്കുന്നതിനായിട്ട് 2024 അവസാനത്തിൽ ഈ പേര് ഔദ്യോഗികമായിട്ട് മാറ്റുകയുണ്ടായി. അപ്പൊ നമുക്ക് ചാർട്ട് നോക്കാം. GE ഒരു വലിയ ലോങ് ടൈം അപ്രന്റിലാണുള്ളത്. വളരെ അവിശ്വസനീയമായിട്ടുള്ള റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഈയിടെയായിട്ട് അതിന്റെ ഓൾ ടൈം ഹൈക്ക് സമീപം ഒരു ടെസ്റ്റ് റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഹൈ ടൈറ്റ് ഫ്ലാഗ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിന് വലിയ നല്ലൊരു ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ്. സ്റ്റോക്ക് അതിന്റെ അടുത്ത വലിയ കുതിപ്പിനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ സമയത്തെ വോളിയംസ് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറവായിരുന്നു. ഇത് ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പാറ്റേണിന്റെ ഒരു ക്ലാസിക് അടയാളമാണ്. സ്റ്റോക്ക് അതിന്റെ എല്ലാ പ്രധാന മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ ആയിട്ട് കഥ അത്ര തന്നെ ആകർഷണീയം തന്നെയാണ്. ജി വെർണോവ T&D പവർ ട്രാൻസ്മിഷൻ ബിസിനസ്സിലെ ഒരു ലീഡറാണ്.
ഇന്ത്യയുടെ പവർ ഗ്രിഡിലേക്ക് ഒഴുകിയെത്തുന്ന വൻതോതിലുള്ള നിക്ഷേപങ്ങളുമായിട്ട് അതിന്റെ വളർച്ച നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്, കമ്പനി അതിന്റെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തുന്നതിന്റെ മുന്നേറ്റം നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫലത്തിൽ കടരഹിതമായിട്ടും കമ്പനി മാറിയിട്ടുണ്ട്. ഇതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്, കാരണം ഇത് ഫിനാൻഷ്യൽ റിസ്ക് ഗണ്യമായിട്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നമ്മൾ ഏതൊക്കെ ലെവലുകളാണ് ട്രാക്ക് ചെയ്യേണ്ടത്? പ്രധാന റെസിസ്റ്റൻസ് അതിന്റെ സമീപകാല ഓൾ ടൈം ഹൈ സോണായിട്ടുള്ള 3300, 3325 ലെവലിലാണ്. ഈ ഒരു ലെവലിന് മുകളിൽ ശക്തമായിട്ടുള്ള വോളിയത്തോടെയുള്ള ഒരു ക്ലോസിംഗ്, ശക്തമായിട്ടുള്ള ഒരു ബൈ സിഗ്നൽ ആയിരിക്കും. ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പുള്ളതിനാൽ പൊട്ടൻഷ്യൽ ടാർഗറ്റുകൾ നിർവചിക്കാൻ പ്രയാസം തന്നെയാണ്. പക്ഷേ 3500 ഒരു നീക്കം ഒരു ലോജിക്കൽ ഫസ്റ്റ് സെറ്റപ്പ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് കൺസോൾട്ടേഷൻ സപ്പോർട്ടിന് താഴെ 3000 അടുത്ത് വെക്കാം. ഇത് ഉയർന്ന വളർച്ചയുള്ള ഒരു സെക്ടറിലെ ഉയർന്ന മൊമെന്റം ഉള്ള ഒരു സ്റ്റോക്കായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് എടുക്കാം, ശ്രീറാം പിസ്റ്റൺ ആൻഡ് റിങ്സ്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് ഓട്ടോ ആക്സസറി രംഗത്ത് നിന്നുള്ളതാണ്. മികച്ച ഓട്ടോ വിൽപ്പന കാരണം ഈ രംഗം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആ ഒരു സ്റ്റോക്കാണ് ശ്രീറാം പിസ്റ്റൺസ് ആൻഡ് റിങ്സ്. ഇതിനകം ബ്രേക്ക്ഔട്ട് ചെയ്യുകയും അതിന്റെ ശക്തി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉയർച്ചയുടെ സൂചനകൾ നൽകുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കിന്റെ ക്ലാസിക് ഉദാഹരണമാണ് നമ്മളുടെ ഈ സെലക്ഷൻ. നമുക്ക് നേരിട്ട് ടെക്നിക്കൽസിലേക്ക് കടക്കാം. 2025 ഡിസംബറിൽ ശ്രീറാം പിസ്റ്റൺ വീക്ക്ലി ചാർട്ടുകളിൽ ഒരു കൺഫേംഡ് ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട്. ഇത് ബുള്ളിഷ് കേസിന് കൂടുതൽ ബലം നൽകുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ട്രേഡിംഗ് വോളിയത്തിലെ വലിയ വർധനവോടെ സ്റ്റോക്ക് കുതിച്ചുയരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് വോളിയം ആക്ഷൻ വലിയ നിക്ഷേപകർക്ക് താല്പര്യം വർദ്ധിപ്പിക്കുകയും ഷെയറുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. അപ്പോ വലിയ കമ്പനികളെ പോലെ അനലിസ്റ്റ് കവറേജ് അത്ര വിപുലമല്ലെങ്കിലും ചില ബ്രോക്കർമാർ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിനെ പിന്തുണയ്ക്കുന്ന ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രീറാം പിസ്റ്റൺസ് ഓട്ടോ കോമ്പണൻസ് വ്യവസായത്തിലെ ഒരു വെറ്ററനാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശക്തമായ ലാഭവും വരുമാന വളർച്ചയും സഹിതം മികച്ച സാമ്പത്തിക കണക്കുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ആരോഗ്യകരമായിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROCE എന്നിവയുണ്ട്. ഓട്ടോ സെക്ടർ വളരുന്നത് തുടരുമ്പോൾ ശ്രീറാം പിസ്റ്റൺസ് പോലെയുള്ള പാർട്ട് സപ്ലയർമാർ ഈ തരംഗത്തിൽ സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനത്താണുള്ളത്. ഓൺ ദ വേ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് സഹായകമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും പരിചയപ്പെടുത്തി കൊടുക്കുക. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു സപ്പോർട്ടായിരിക്കും. ഇനി നമുക്ക് ശ്രീറാം പിസ്റ്റണിന്റെ ലെവലുകളിലേക്ക് മടങ്ങാം. സ്റ്റോക്ക് ഇതിനകം ബ്രേക്ക്ഔട്ട് ചെയ്തതിനാൽ ഒരു ചെറിയ പുൾ ബാക്ക് എൻട്രി നോക്കുന്നതാണ് സ്ട്രാറ്റജി. ഡിസംബർ 12 ചാർട്ട് അനുസരിച്ച് സമീപകാല ബ്രേക്ക്ഔട്ട് ലെവലിന് അടുത്തുള്ള ഏകദേശം 3100, 3150 ഒരു നല്ല എൻട്രി സോൺ ആയിരിക്കും. പുതിയ സപ്പോർട്ടിന് താഴെ ഒരുപക്ഷെ 2950 ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് നിലനിർത്തണം. ഈ ഒരു ശക്തമായിട്ടുള്ള മൊമെന്റം വെച്ച് 3400, 3500 വരെയുള്ള ഷോർട്ട് ടൈം ടാർഗറ്റ് കൈവരിക്കാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം, അഷാപുര ഇൻകം. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സ്റ്റോക്ക് മൈനിങ് മിനറൽ സെക്ടറിൽ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ട് കാൻഡിഡേറ്റ് ആണ്. ആശാപുര ഇൻകം ഇത് വളരെ കാലം കൺസോൾട്ടേറ്റ് ചെയ്യുകയും ഇപ്പോൾ വലിയ മുന്നേറ്റത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കിന്റെ ആകർഷണീയമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടുകൾ നോക്കുമ്പോൾ വളരെ അവിശ്വസനീയമാം വിധം ആകർഷണീയമാണ് നമ്മുടെ സ്റ്റോക്കിന്റെ ഒരു അവസ്ഥ. അതിന്റെ ഡെയിലി ചാർട്ടിൽ ഒരു ഫ്ലാഗ് ട്രെൻഡ് ലൈനിന് മുകളിൽ വ്യക്തമായിട്ടുള്ള ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ തോതിലുള്ള വോളിയം വർധനമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ യഥാർത്ഥ കൺവിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഒരു ഉറപ്പും കൂടെ കിട്ടുന്നുണ്ട്. ചില ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഇതിനെ ഒരു മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പോലും വിളിക്കുന്നുണ്ട്. കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെയുള്ള പാറ്റേണുകളും ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ശക്തമായിട്ടുള്ള ലോങ് ടൈം ബുള്ളിഷ് സിഗ്നലാണ്. സ്റ്റോക്ക് ഇപ്പോൾ അതിന്റെ പ്രധാന മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ RSI ഉയരുകയാണ്. ഇതിന്റെ മൊമെന്റം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫണ്ടമെന്റൽ സ്റ്റോറിയും അത്ര തന്നെ ശക്തമാണ് എന്ന് തന്നെ കരുതാം. ആശാപുര ഇൻകം ബെൻഡോണൈറ്റ് പോലുള്ള വ്യവസായിക ധാതുക്കളുടെ ഒരു പ്രമുഖ ഉൽപാദകരാണ്. കൂടാതെ ബോക്സൈറ്റ് ഖനന ബിസിനസ്സിലുമുണ്ട്. ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള വിലയായിട്ടുള്ള 745 അടുത്ത് എൻട്രി റേഞ്ച് ഉണ്ട് എന്ന് തന്നെ കരുതാം. ബ്രേക്ക്ഔട്ട് ട്രെൻഡ് ലൈൻ തന്നെ ഇപ്പോൾ അടുത്ത സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് ആ ഒരു സപ്പോർട്ട് ക്ലസ്റ്ററിന് തൊട്ട് താഴെയായിട്ട് ഏകദേശം 675 ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ബ്രേക്ക്ഔട്ടിന്റെ കണക്കിലെടുക്കുമ്പോൾ ഉയർച്ചയുടെ സാധ്യതകൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു കൺസർവേറ്റീവ് ടാർഗറ്റ് ആയിട്ട് 800 നമുക്ക് ഇവിടെ വെക്കാം. എന്നാൽ മീഡിയം ടൈമിൽ ഇതിലും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വളരെ നല്ല ഓപ്ഷനായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിനെ കാണാൻ കഴിയും. അടുത്തായിട്ട് അവസാനത്തെ സ്റ്റോക്ക് HDFC AMC ആണ്. നമ്മുടെ 5ാമത്തെയും അവസാനത്തെയും സ്റ്റോക്ക് ഫിനാൻഷ്യൽ സർവീസ് സ്പേസിലെ ലീഡറാണ്. ഇപ്പോൾ HDFC AMC ഇത് ഒരു കോൺട്രേറിയൻ ഐഡിയ ആണ്. സമീപകാലത്തെ ഒരു പുൾ ബാക്കിന് ശേഷം ചില ഷോർട്ട് ടേം ഇൻഡിക്കേറ്ററുകൾ മിക്സഡ് ആണെങ്കിലും ലോങ് ടേം ചിത്രവും ഫണ്ടമെന്റൽ ശക്തിയും ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സലിനായിട്ട് കാണാൻ കഴിയും.
2025 ഡിസംബറിന്റെ തുടക്കത്തിലെ ടെക്നിക്കൽസ് നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോങ് ടൈം അപ് ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. മികച്ച പ്രധാനപ്പെട്ട ലോങ് ടൈം സപ്പോർട്ട് ലെവലുകൾ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും മികച്ച ബൈയിങ് അവസരങ്ങൾ വരുന്നത് ഒരു കമ്പനി നല്ല ഒരു കൂൾ ഓഫിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഈ വർഷത്തെ ഇതുവരെയുള്ള പ്രകടനം നോക്കിയാൽ അത് പിടിച്ചു നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയും. സപ്പോർട്ട് ലെവലുകളിൽ നിന്നുള്ള ഒരു റിവേഴ്സൽ മികച്ച റിസ്ക് റിവാർഡ് സെറ്റപ്പ് നൽകിയേക്കുകയും ചെയ്യും. HDFC AMCയുടെ ഫണ്ടമെന്റൽസ് കേസ് വളരെ ശക്തമാണ്. ശക്തമായിട്ടുള്ള ബ്രാൻഡും വലിയ വിതരണ ശൃംഖലയുമുള്ള ഇന്ത്യയിലെ മുൻനിര അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ ഒന്നാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽസിന്റെ ദീർഘകാല കഥ കൂടുതൽ ആളുകൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഭൗതിക ആസ്തികളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സാമ്പത്തിക ആസ്തികളിലേക്ക് സമ്പാദ്യം മാറ്റുന്നത് HDFC AMC പോലെയുള്ള ഫണ്ടുകൾക്ക് ഒരു വലിയ ടെയിൽവിൻഡാണ്. തീർച്ചയായിട്ടും ഇതൊരു കോൺട്രേറിയൻ പ്ലേ ആയതുകൊണ്ട് ലെവലുകളാണ് എല്ലാം. നമ്മളൊരു തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഡിസംബറിന്റെ തുടക്കത്തിലെ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് സ്റ്റോക്ക് ശക്തി കാണിക്കുകയും അതിന്റെ സമീപകാല കൺസോൾട്ടേഷൻ റേഞ്ചിന് മുകളിൽ, അതായത് 2650 മുകളിൽ വ്യക്തമായിട്ടുള്ള ഒരു നീക്കം തരികയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇത് വിൽപ്പന അവസാനിപ്പിച്ചു എന്ന് സൂചിപ്പിക്കും. സ്റ്റോപ്പ് ലോസ് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 2500 താഴെ വെക്കാം. അങ്ങനെ ഒരു റിവേഴ്സൽ സംഭവിച്ചാൽ സ്റ്റോക്ക് അതിന്റെ സമീപകാല ഹൈ ആയിട്ടുള്ള 2800, 2900 എന്നിവയിലേക്ക് മടങ്ങി എത്താനും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ക്ഷമയോടെയുള്ള ട്രേഡർക്ക് ശരിയായ സിഗ്നലിനായിട്ട് കാത്തിരിക്കാനുള്ള ഒരു അവസരമാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. ഇത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇതാണ് ആ വാച്ച് ലിസ്റ്റ്. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ റഡാറിൽ ചേർക്കേണ്ട 5 സ്റ്റോക്കുകൾ: ഹിന്ദുസ്ഥാൻ സിങ്ക്, GE ഇന്നോവാറ്റി ആൻഡ് ശ്രീരാം പിസ്റ്റൺസ്, ആശാപുര മൈൻകം, HDFC AMC. നമ്മുടെ കയ്യിൽ ശക്തമായിട്ടുള്ള മൊമെന്റം പ്ലേകൾ, കൺഫേം ചെയ്ത ബ്രേക്ക്ഔട്ടുകൾ, മുൻനിര കമ്പനികളുടെ പൊട്ടൻഷ്യൽ റിവേഴ്സൽ ട്രേഡ് എന്നിവയുടെ ഒരു മിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓർക്കുക, തീർച്ചയായിട്ടും ഇതൊരു റിസർച്ചിന്റെ തുടക്കമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. ഒരു കാരണവശാലും ബൈയിങ് ശുപാർശയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി കൂടുതൽ പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല എൻട്രി ലെവലുകളിൽ നിങ്ങളുടെ സ്റ്റഡിക്ക് അനുസരിച്ചുള്ള എൻട്രി എടുക്കുന്നത് നന്നായിരിക്കും. എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എന്നിവയോട് കൂടിയ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയ ശേഷം മാത്രം നമ്മൾ എൻട്രി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ സ്ക്രീനിൽ വയ്ക്കുക. ലാഭകരമായിട്ടുള്ള ഒരാഴ്ച ആശംസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഓൾറെഡി നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഡീപ് ഡൈവ് അനാലിസിസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രതിവാര സ്റ്റോക്ക് ഐഡികൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മിസ്സാകാതിരിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്നാമത് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.